ഹായ് മക്കളെ, നമസ്കാരം. നമ്മളിത് ഇന്ന് 8ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠഭാഗവുമായി വന്നിരിക്കുകയാണ്. ആദ്യത്തെ പാഠഭാഗമൊക്കെ നമ്മൾ പഠിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അല്ലെ. ആദ്യത്തെ പാഠഭാഗം പഠിക്കാനായിട്ട് എല്ലാവർക്കും വളരെയധികം താല്പര്യമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നിൽ നിൽക്കുന്ന ഈ രണ്ടുപേര് തന്നെയാണ് അല്ലെ. കൃഷ്ണന്റെയും കുചേലന്റെയും കഥയാണ്. കൃഷ്ണനെ കുറിച്ച് പറയുമ്പോഴൊക്കെയും എല്ലാവർക്കും കൗതുകമാണ്. ഇനിയും കഥകളുണ്ട്, ഇനിയും കേൾക്കാൻ താല്പര്യപ്പെടുന്ന ഒരു മനുഷ്യൻ അല്ലെ, ഒരു പ്രത്യേകതരം ജീവിതമായിരുന്നു കൃഷ്ണന്റെ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ കൂടുതൽ താല്പര്യമാണ് വീണ്ടും അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൃഷ്ണന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ട് എഴുതപ്പെട്ടു പോന്നിട്ടുള്ള ഒരു ഭാഗമാണ്, ഒരു കൃതിയുടെ വഞ്ചിപ്പാട്ട് രൂപമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പാഠഭാഗം നമ്മൾ വളരെയധികം കൗതുകത്തോടു കൂടി പഠിച്ചു പോന്നിരിക്കുകയാണ് അല്ലെ. അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളോടൊപ്പം തന്നെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. ചെറിയൊരു ഭാഗമാണ് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഗം വേഗത്തിൽ ഒന്ന് പറഞ്ഞു വിടുകയാണ്. കാരണം ആ വരികളിൽ നിന്ന് നമുക്ക് ചോദ്യമുണ്ട്, ആ വരികളുടെ താളത്തിൽ നിന്ന് നമുക്ക് ചോദ്യമുണ്ട്. അതിന്റെ സമാന താളം കണ്ടെത്താനും അതിന്റെ ചില വരികളുടെ അർത്ഥം കണ്ടെത്താനും ഒക്കെ ചോദ്യമുള്ളതാണ്. അതുകൊണ്ട് ആദ്യമേ തുടങ്ങി പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ പാഠത്തിന്റെ പേര് നമുക്ക് കാണാൻ പറ്റും. സാന്ദ്ര സൗഹൃദം എന്നൊരൊറ്റ വാക്കാണ്. ഞാൻ അതിനെ രണ്ടാക്കി പിരിച്ചെഴുതിയിരിക്കുകയാണ്. നമുക്കൊരു ചോദ്യം വരാറുണ്ട്, സാന്ദ്ര സൗഹൃദം എന്നതിനെ എങ്ങനെ വിഗ്രഹിക്കും? നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഈ ഒരു വാക്കിനെ, ഈ ഒരു പേരിനെ വിഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കാൻ പോവുകയാണ് അല്ലെ. അതുകൊണ്ട് ഞാൻ അതിനൊന്ന് രണ്ടാക്കി എഴുതിയിരിക്കുകയാണ്. സാന്ദ്ര സൗഹൃദം അല്ലെ. സാന്ദ്രമായ സൗഹൃദം ഉണ്ടാവുകയാണ്. ആര് തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ് അല്ലെ. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനാണ്, ഒപ്പം ഇരിക്കുന്നത് കുചേലനുമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്, എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ഇപ്പോഴും സാന്ദ്രമായ അല്ലെ, അത്രമേൽ ആഴത്തിലുള്ള ഒരു സൗഹൃദമുണ്ട് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഉണ്ടോ? ആ കഥയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. അപ്പൊ ആ കഥ എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ നമ്മുടെ പാഠഭാഗത്ത് പ്രധാനമായും 4 കഥാപാത്രങ്ങളെ നമ്മൾ കാണുകയാണ്. ഒന്നാമത്തത് രാമപുരത്ത് വാര്യരാണ്, രണ്ടാമത്തത് മാർത്താണ്ഡവർമ്മ മഹാരാജാവും, മൂന്നാമത്തത് കൃഷ്ണനും, 4 കുചേലനുമാണ് അല്ലെ. ഇങ്ങനെ 4 കഥാപാത്രങ്ങളെ കാണാൻ പറ്റുമെങ്കിലും പ്രത്യക്ഷമായിട്ട് ഒറ്റ നോട്ടത്തില് നമുക്ക് കൃഷ്ണനെയും കുചേലനെയും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ ഒരു സാന്ദീപനി മഹർഷിയെയും കാണാൻ സാധിക്കും അല്ലെ. പക്ഷെ കഥയുടെ ആഴത്തിലേക്ക് ഒന്ന് ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി അവിടെ ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അല്ലെ. അങ്ങനെയുള്ള ഒരു കാര്യവും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. നിങ്ങൾ ഈ വടക്കൻകൂർ രാജാക്കന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ വടക്കൻകൂർ രാജാക്കന്മാരുടെ ശാഖയിൽ പെട്ടിരുന്ന രവിവർമ്മ രാജാവിന്റെ ആശ്രിതനായിരുന്നു നമ്മുടെ രാമപുരത്ത് വാര്യർ അല്ലെ. ആശ്രിതൻ എന്ന് പറയുമ്പോൾ ആ രാജാവിന് കീഴില് രാജാവിന് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് രാജാവിന് ശ്ലോകങ്ങളൊക്കെ എഴുതി കൊടുക്കുകയും അത് വായിക്കുകയും അങ്ങനെ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു രാജാവിന് കീഴിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, ഒരു സാധാരണക്കാരനായിരുന്നു രാമപുരത്ത് വാര്യർ അല്ലെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വൈക്കം ക്ഷേത്രത്തില് ആര് വന്നു? നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അവിടെ ഭജനത്തിനായിട്ട് വരികയാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അവിടെ ഭജനത്തിനായിട്ട് വരുമ്പോൾ നമ്മുടെ രവിവർമ്മ രാജാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാമപുരത്ത് വാര്യർ പറയാണ്, എനിക്കൊന്ന് അദ്ദേഹത്തെ ഒന്ന് കാണണം അല്ലെ. ഞാൻ കുറച്ച് സംസ്കൃത ശ്ലോകങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ശ്ലോകങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം എന്ന് പറയുകയും അങ്ങനെ രവിവർമ്മ രാജാവിന്റെ അനുവാദത്തോട് കൂടിയിട്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ രാമപുരത്ത് വാര്യർക്ക് ഒരു അവസരം കിട്ടുകയും രാമപുരത്ത് വാര്യർ തന്റെ കൈകളിൽ ഉണ്ടായിരുന്ന സംസ്കൃത ശ്ലോകങ്ങള് അദ്ദേഹത്തെ ചൊല്ലി കേൾപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം കൗതുകം തോന്നി അല്ലെ. പിന്നീട് ആ ദിവസങ്ങളിലൊക്കെയും അവർ തമ്മിൽ സംഭാഷണങ്ങൾ ഉണ്ടായി. അവരുടെ കൃതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഉണ്ടായി. ഒടുവിൽ വൈക്കം ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹം പിരിഞ്ഞു പോവാൻ നേരത്ത് അല്ലെ, തിരുവനന്തപുരത്തേക്ക് പോവാൻ സമയമായപ്പോൾ അദ്ദേഹം ഒരു വഞ്ചിയിൽ കയറുകയാണ്. വഞ്ചിയിലാണ് പോകുന്നത് അല്ലെ, ആദ്യകാലത്തെ യാത്രയാണ്. അപ്പൊ വഞ്ചിയിൽ കയറാൻ നേരത്ത് ഇദ്ദേഹവും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടും നമ്മുടെ രാമപുരത്ത് വാര്യരോടും തിരിച്ചങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയുകയും ആ പള്ളിയോടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വഞ്ചിയാണ് അല്ലെ. ആ വഞ്ചിയിൽ ഇദ്ദേഹത്തെയും കയറ്റി ഇരുത്തുകയും ആ കയറ്റി ഇരുത്തിയതിനു ശേഷം
ഒരു കാര്യം രാമപുരത്ത് വാര്യരോട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പറയുകയാണ്. ഈ വഞ്ചി തുഴയുന്നത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം തോന്നുകയാണ്. ഈ തുഴയുന്ന താളത്തിനൊത്ത് അങ്ങ് എന്ത് ചെയ്യണം എന്ന് പറയുകയാണ്. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ കുചേലോപാഖ്യാനം എന്ന് പറയുന്ന ആ ഭാഗം ഈ ഒരു താളത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തി എടുക്കണം എന്ന് പറയുകയാണ്. അപ്പോ ആ ഒരു വഞ്ചിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ ദശമസ്കന്ധത്തിലെ ആ ഒരു ഭാഗം അല്ലെ, ഭാഗവതം ദശമസ്കന്ധത്തിലെ കുചേലോപാഖ്യാനം എന്ന് പറയുന്ന ആ ഭാഗം വ്യക്തമായി അദ്ദേഹം ചിട്ടപ്പെടുത്തി എടുക്കുകയുണ്ടായി. അത് ആ ഒരു വഞ്ചി തുഴയുന്ന താളത്തിലായതുകൊണ്ടാണ് ഇതിന്റെ താളം വഞ്ചിപ്പാട്ടിന്റെ താളമാണെന്ന് അറിയപ്പെടുന്നത്. ആ താളം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ളതാണ് അല്ലെ, താളം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഞ്ചിപ്പാട്ടിന്റെ താളം നദോന്നതയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. നദോന്നത, നദവുമുണ്ട് ഉന്നതവുമുണ്ട്. നദെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ചയുമുണ്ട് ഉയർച്ചയുമുണ്ട്. വഞ്ചിപ്പാട്ടിന്റെ താളം നമ്മൾ കേട്ടിട്ടുണ്ടാവൂല അല്ലെ, ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകതെയ്തെയ്തും അല്ലെ. അപ്പൊ ഓ തിത്തിത്താര തിത്തിത്തേ എന്നുള്ളത് താഴെയും തിത്തേ തകതെയ്തെയ്തും എന്നുള്ളത് മേലെയുമാണ് അല്ലെ. അപ്പൊ താഴ്ചയും ഉയർച്ചയും ഇങ്ങനെ താഴ്ത്തിയും ഉയർത്തിയും പാടുന്ന വിധത്തിൽ എഴുതിയിട്ടുള്ള കൃതിയാണ് വഞ്ചിപ്പാട്ടുകളുടെ പൊതുവെയുള്ള താളം. അത്തരത്തിലുള്ള താളവുമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. ഇനി നമ്മൾ പാഠഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ രണ്ടുപേരെ ആദ്യമേ തന്നെ കണ്ടു, കൃഷ്ണനെയും കണ്ടു കുചേലനെയും കണ്ടു. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതി ആയിരുന്നില്ല ആദ്യകാലങ്ങളിൽ. ആദ്യകാലങ്ങളില് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ഗുരുവിന്റെ വീട്ടിൽ താമസിച്ച് അവിടുത്തെ പണികളൊക്കെ എടുക്കുകയും അങ്ങനെ വിദ്യ അഭ്യസിച്ചു പോന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ വിദ്യ അഭ്യസിച്ചിരുന്ന രണ്ടുപേരാണ് നമ്മുടെ കൃഷ്ണനും കുചേലനും. കൃഷ്ണൻ മധുരയിലെ രാജാവായിരുന്നു. കുചേലൻ സാധാരണക്കാരനായ ഒരു ബ്രാഹ്മണനുമായിരുന്നു അല്ലെ. അപ്പൊ ഇവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകുന്നത് അവിടെ വെച്ചാണ്, സാന്ദീപനിയുടെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് അല്ലെ. ആ ഒരു ഗൃഹത്തിൽ വെച്ചുകൊണ്ടാണ്, അവിടെ പഠിക്കുന്ന കാലയളവിലാണ് ഇവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകുന്നത്. ഈ ബന്ധം വളരെ ദൃഢമായൊരു ബന്ധമായിരുന്നു. പിന്നീട് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഇരുവരും രണ്ട് വഴിയിലേക്ക് പിരിയുകയാണ്. രാജാവ് കൃഷ്ണൻ രാജാവ് മധുര ഭരിക്കുകയും ഒപ്പം തന്നെ കുചേലൻ തന്റെ ബാധ്യതകൾ ഏറ്റെടുത്തുകൊണ്ട് അല്ലെ, ബ്രാഹ്മണനാണെങ്കിലും ദരിദ്രനായൊരു ബ്രാഹ്മണനായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് ഭക്ഷണം പോലും കൊടുക്കാനില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ പിന്തുടർന്നു പോരുകയായിരുന്നു കുചേലൻ. അങ്ങനെ ഇരിക്കെ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ഭാര്യ, കുചേലന്റെ ഭാര്യ പറയുകയാണ്, ദേ നിങ്ങളുടെ ഒപ്പം പഠിച്ചതല്ലേ കൃഷ്ണൻ, കൃഷ്ണന്റെ ഒരു വലിയ ഭക്തനും കൂടിയല്ലേ അങ്ങ്. അപ്പൊ അങ്ങയുടെ ഈ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്കുള്ള ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വകയെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഏറെ ബുദ്ധിമുട്ടി നമ്മുടെ കൃഷ്ണന്റെ അടുത്തേക്ക് ആരെ പറഞ്ഞു വിടുകയാണ്? കൃഷ്ണന്റെ അടുത്തേക്ക് കുചേലനെ പറഞ്ഞു വിടുകയാണ്. ആര് പറഞ്ഞു വിടുകയാണ്? ഭാര്യ പറഞ്ഞു വിടുകയാണ് അല്ലെ. അങ്ങനെ പറഞ്ഞു വിടുമ്പോ പോകാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നില്ല കുചേലൻ. കാരണം ആകെ കീറിയും മുഷിഞ്ഞും ഇരിക്കുന്ന വസ്ത്രമാണ് ഉടുത്തിരിക്കുന്നത്. കയ്യിൽ വല്ലതും ഉണ്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ? ഏറെ നാളുകൾക്ക് ശേഷം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണാൻ പോവുകയാണ്. അപ്പൊ കയ്യിൽ വല്ലതും ഉണ്ടോ കൊണ്ടുപോകാൻ? ഇല്ല. ദേ അവിടെ നിന്ന് ഒരു 2-3 വാരെടുത്ത അവിലെടുത്ത് കയ്യിൽ കരുതുകയാണ് കൃഷ്ണന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുചേലൻ. ഭാര്യ കുത്തിക്കൊടുത്ത നെല്ല് കുത്തി ഉണ്ടാക്കി അവിലും കൊണ്ടുപോവുകയാണ്. അതൊരു പഴംതുണിയിൽ കെട്ടി തന്റെ അരയിൽ സൂക്ഷിച്ചു കൊണ്ടാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ അത്രയും ചിന്തിക്കുകയാണ്. എന്താ ചിന്തിച്ച്? ദേ എന്നെ ഇപ്പൊ ഓർമ്മയുണ്ടാവൂ, ഞാൻ ഒരു ദരിദ്രനാണ് അല്ലെ. എന്റെ കൃഷ്ണൻ ഇപ്പോ മണിമാളികയിൽ താമസിക്കുകയാണ്. അപ്പൊ മണിമാളികയിൽ താമസിക്കുന്ന ആ കൃഷ്ണൻ എന്റെ വരവ് കണ്ടാൽ അത്ര ഇഷ്ടമാകുമോ എന്നൊക്കെയുള്ള ആശയക്കുഴപ്പത്തിൽ പോകുമ്പോഴാണ് 7ാം മാളിക മുകളിൽ ഇരുന്നു കൊണ്ട് കൃഷ്ണൻ കുചേലന്റെ വരവ് കാണുകയും കൃഷ്ണൻ അവിടെ നിന്ന് ഓടിയിറങ്ങി അടിയിൽ ചെന്നുകൊണ്ട് നമ്മുടെ കുചേലനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്വീകരിച്ചിരുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന വർത്താനത്തിന്റെ ഇടയിൽ നിന്നും ഉണ്ടാകുന്ന ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കഥ ഇങ്ങനെ തുടർന്നു പോകുമ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, കുറെ നാളുകൾക്ക് ശേഷം വന്നപ്പോൾ നീ എനിക്ക് എന്താണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആ അവിൽ പൊതിയിൽ കയറി പിടിക്കുകയും അതിൽ നിന്ന് ഒരു വാരി കഴിക്കുകയും 2ാമത്തെ വാരി കഴിക്കുകയും 3ാമത്തെ വാരിയപ്പോഴേക്കും ലക്ഷ്മി ദേവി അല്ലെ, കൃഷ്ണന്റെ ഭാര്യയായ ലക്ഷ്മി ദേവി അത് തടഞ്ഞു നിർത്തുകയും ചോദിക്കുകയാണ്, ദേ കുചേലന്റെ ബാല്യക്കാരി ആക്കരുത് തന്നെ,
അതെന്താ അങ്ങനെ പറയാനൊരു കാരണം, അല്ലെ? അങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട് നമുക്ക്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് കാരണം. ഓരോ വാരിയപ്പോഴേക്കും കൃഷ്ണന്റെ സമ്പാദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ആരുടെ അടുത്തേക്ക് പോവുകയാണ്? കുചേലന്റെ അടുത്തേക്ക് പോവുകയാണ്, അല്ലെ? ഇവിടെ നിന്ന് തിരിച്ചു പോയ കുചേലൻ ചെന്ന് കാണുന്നത് തന്റെ വീടിരിക്കുന്നവിടത്തൊരു മണിമാളികയാണ് കാണുന്നത്. തന്റെ മക്കളൊക്കെയും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുന്നു, ആഭരണ വിഭൂഷിതയായി തന്റെ ഭാര്യ വരികയാണ്. ഇത് കാണുന്ന കുചേലൻ ആകെ അന്തം വിട്ടു പോകുന്നുണ്ട്. ഓരോ പിടി വാരിയപ്പോഴും കൃഷ്ണന്റെ കയ്യിൽ നിന്നുകൊണ്ട് ഐശ്വര്യം വരികയാണ്, പണം വരികയാണ്, സമ്പത്ത് വീട്ടിലേക്ക്, ബ്രാഹ്മണനായ ആ കുചേലന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. ഇങ്ങനെയാണ് ആ കഥ പോകുന്നത്, അല്ലെ? അതുപോലെ നമ്മളിവിടെ കഥാപാത്രങ്ങളെ പറഞ്ഞു. രാമപുരത്ത് വാര്യരും മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അല്ലെ? ഈ നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാമപുരത്ത് വാര്യരെ ഏറെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരത്തിൽ വഞ്ചിപ്പാട്ട് രചിച്ചതിലൂടെയൊക്കെ ഒരുപാട് ഇഷ്ടവും താല്പര്യവും ഒക്കെ തോന്നിയതിൽ പിന്നീട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം ഗീതാഗോവിന്ദം മുതലായ കൃതികൾ വിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കൊടുക്കുകയും കൃഷ്ണൻ എങ്ങനെയാണോ കുചേലനെ സമ്പന്നനാക്കിയത് അതുപോലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാമപുരത്ത് വാര്യരെയും സമ്പന്നനാക്കി എന്നുമാണ് പറയപ്പെടുന്നത്, അല്ലെ? അതുകൊണ്ടാണ് ഈ രണ്ടുപേരും നമ്മുടെ പാഠഭാഗത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പൊ കൃഷ്ണനും കുചേലനും മാത്രമല്ല, അതിന്റെ ഉള്ളിലായി രാമപുരത്ത് വാര്യരും മാർത്താണ്ഡവർമ്മ മഹാരാജാവും ഉണ്ടെന്ന കാര്യവും നിങ്ങൾ മനസ്സിലേക്ക് ഒന്ന് വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ല. നമ്മുടെ കഥയുടെ ഭാഗങ്ങൾ അത്രയും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടാവും. നമ്മുടെ കൃതിയുടെ താളം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നദോന്നതയാണ്. അത് ഉയർച്ചയും താഴ്ചയുമുള്ള രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ പാഠഭാഗത്തിലേക്ക് വരികയാണ്. സാന്ദ്ര സൗഹൃദം, സാന്ദ്രമായ ഒരു സൗഹൃദം ഉണ്ടാവുകയാണ്. ആര് തമ്മിലാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു, അല്ലെ? കൃഷ്ണനും കുചേലനും തമ്മിലാണ്. കൃഷ്ണനും കുചേലനും വന്നു കഴിഞ്ഞപ്പോൾ ഇതുവരെ കരയാത്ത കൃഷ്ണ കുചേലനെ കണ്ടു കഴിഞ്ഞപ്പോൾ കരഞ്ഞു എന്ന് അവിടെ പറയുന്നുണ്ട്. ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്നൊരു വരി അതിലുണ്ട്, അല്ലെ? അത് നമ്മുടെ പാഠഭാഗത്തല്ല, ആ ഭാഗവതത്തില് അങ്ങനെ ഒരു വരി കിടക്കുന്നുണ്ട്. ഇതുവരെ കരയാത്ത കൃഷ്ണൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുചേലനെ കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ണീർ പൊഴിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രയധികം സ്നേഹമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായത് എന്ന ധാരണയോടുകൂടി നമ്മൾ പാഠഭാഗത്തിലേക്ക് കിടക്കുകയാണ്. പാഠഭാഗത്തേക്ക് കിടക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് വഞ്ചിപ്പാട്ടിന്റെ വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ വഞ്ചിപ്പാട്ടിന്റെ വൃത്തത്തിൽ നമ്മൾ എങ്ങനെയാണ് അതൊന്ന് പാടി നോക്കുക എന്നതാണ് ആദ്യമേ തന്നെ പറയുന്നത്. നോക്കാം. സാന്ദീപനി ഗൃഹേ പണ്ട് സഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്ര സൗഹൃദ ബന്ധം നമ്മിലുണ്ടായതും സഖി സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലേ. ഗുരുപത്നി നിയോഗേനെ കഥാചന നാം എല്ലാരും ഒരുമിച്ചു വിറകില്ലാഞ്ഞിട്ടുപോയതും പെരുങ്കാട്ടിൽ പുക്കിന്ധനമോടിച്ചു കെട്ടിവച്ചതും അരുണനസ്തമിച്ചതും മറന്നില്ലല്ലേ. കുരിരുട്ടുമാകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു കൊടുങ്കാറ്റും കൂടിയിട്ടസ്മാകം. ഇങ്ങനെയാണ് ആ താളം പോവുക. നമുക്ക് താളം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ചോദ്യമുണ്ട്, അല്ലെ? ഇതില് നമ്മൾ കുറച്ച് വായിത്താരി ഇട്ടുകൊണ്ട് പാടുകയാണ്, അല്ലെ? സാന്ദീപനി ഗൃഹേ പണ്ട് തിത്തേതകതെയ്തും സഹസാൽ കഴിഞ്ഞതും തിത്തിത്താരാതെയ്തും സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും ഇത് വഞ്ചിപ്പാട്ട്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂല. അതേ താളമാണ് ഇതിലുള്ളത്, അല്ലെ? ഇതേ താളത്തില് ഈ താളം തന്നെ നമ്മുടെ ഉപജില്ലാ കലോത്സവം നടക്കുമ്പോൾ ഇതേ പാഠഭാഗം തന്നെ വന്ന് അവിടെ വഞ്ചിപ്പാട്ടിൽ അവതരിപ്പിച്ചു പോവുകയും ഒന്നാം സമ്മാനം മേടിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്, അല്ലെ? ആ ഒരു വഞ്ചിപ്പാട്ടിന്റെ താളം നിങ്ങളുടെ മനസ്സിലേക്ക് ഇടുകയാണ്. ആ താളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. എന്താണ് ഇനി അവർ തമ്മിൽ അവിടെ ഇരുന്ന് സംസാരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണ്. സാന്ദീപനി ഗൃഹേ പണ്ട് സഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. ആദ്യം തന്നെ പറയുകയാണ് സാന്ദീപനിയുടെ വീട്ടില്, അല്ലെ, ഗൃഹത്തില് നമ്മൾ സാഹസത്താലാണ് കഴിഞ്ഞത്. അതെന്താ സാഹസത്താൽ കഴിഞ്ഞു എന്ന് പറയുന്നത്? അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് സാന്ദീപനി ഗൃഹത്തില് അവർ സാഹസത്തോടെയാണ് കഴിഞ്ഞത് എന്ന് പറയാൻ കാരണം
കാരണം എന്താന്ന് ചോദിച്ചാൽ കൂടെ ഉള്ളത് ആരാ? കൃഷ്ണനാണ് അല്ലെ. കൃഷ്ണൻ മഹാവികൃതിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. കൃഷ്ണനുമായിട്ടുള്ള പെരുമാറ്റത്തിൽ അത്രയും കുചേലന് മനസ്സിലായിട്ടുണ്ട്, ഈ മനുഷ്യൻ ഭയങ്കര വികൃതിയാണ് അല്ലെ. ഇതെങ്ങനെ പോയാലും എന്തെങ്കിലും ഒപ്പിച്ചു വെക്കും. നമ്മൾ ഈ കള്ളൻ എന്ന വാക്കില്, കള്ളൻ എന്ന വാക്കിന് ഇത്രയധികം വാത്സല്യം കൊടുത്തത് ഈ ഒരാള് കാരണമാണ്, കൃഷ്ണൻ കാരണമാണ്. നമ്മൾ പറയാറുണ്ട് കള്ളക്കണ്ണൻ എന്ന് പറയാറുണ്ട് അല്ലെ. നമ്മൾ ഇടയ്ക്കെങ്കിലും പറയാറുണ്ട് അമ്പട കള്ള എന്നൊക്കെ പറയാറില്ലേ. ആ കള്ളൻ എന്ന വാക്ക് ഇത്രയധികം നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് വാത്സല്യത്തോടു കൂടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കഥാപാത്രമാണ് ഈ കൃഷ്ണൻ. കൃഷ്ണൻ അവിടെ വരുത്തി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. കൃഷ്ണനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കറിയാം വെണ്ണക്കള്ളനാണ് അല്ലെ. അവിടെ ഗോപികമാര് വെണ്ണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണൊന്ന് തെറ്റുമ്പോഴേക്കും അതെടുത്തോടിക്കളയുന്നവനാണ് ആര്? കൃഷ്ണൻ അല്ലെ. അപ്പോ വികൃതികളിൽ ഒന്ന് നമുക്ക് കിട്ടിയ ഉരലിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഉരലിൽ കെട്ടിയിട്ടുന്ന നേരവും ആ ഉരലും വലിച്ചു കൊണ്ടോടുകയാണ്. അമ്മയുടെ കണ്ണ് തെറ്റുന്ന നേരത്ത് അവിടത്തെ മണ്ണ് വാരി തിന്നുകയാണ്. മണ്ണ് വാരി തിന്ന് തുറക്കാൻ പറയുമ്പോൾ ഇരഴ് ലോകവും കാണിച്ചു കൊടുക്കുകയാണ് വായിലൂടെ അമ്മയ്ക്ക്. അതുകൂടാതെ തന്നെ ഗോപികമാർ കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഗോപികമാർ കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴും കണ്ണന് വിശ്രമമില്ല. ആളെന്താ ചെയ്തേ? അവിടെ അവരിറങ്ങിയ സമയത്ത് അവരുടെ തുണികളൊക്കെ എടുത്തുകൊണ്ട് മരക്കൊമ്പിലേക്ക് കയറി. ഇത്രയും വികൃതിയായിട്ടുള്ള ഒരു കൃഷ്ണന്റെ കൂടെ കഴിയേണ്ടി വരുന്നത് കൊണ്ടാണ് സാഹസാൽ കഴിഞ്ഞതും എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. അങ്ങനെ സാഹസത്തോടു കൂടി കഴിയുമ്പോഴൊക്കെയും നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചു. വേദശാസ്ത്രങ്ങൾ, വേദവും ശാസ്ത്രവും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് അല്ലെ. ഇത്രയൊക്കെ സാഹസത്തിനിടയിലും നമ്മൾ പഠിക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. സാന്ദ്ര സൗഹൃദ ബന്ധം തമ്മിലുണ്ടായതും സഖേ സാരനായ ഭഗവാനൊന്നും മറന്നില്ലല്ലോ. ഈ സാഹസത്തിനിടയിലും ഈ വേദശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നതിനിടയിലുമാണ് നമ്മൾ തമ്മിൽ എന്തുണ്ടായത്? സാന്ദ്രമായൊരു സൗഹൃദം ഉണ്ടായത്. അത്രമേൽ ആഴത്തിലുള്ള ഒരു സൗഹൃദം ഉണ്ടാവാൻ കാരണം അവിടെ വെച്ചാണ് എന്ന് പറയുകയാണ്. നോക്കാം. സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലേ. പഴയകാല പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നിന്നൊരു വാക്ക് നമുക്ക് കിട്ടുകയാണ് അല്ലെ. മറന്നില്ലല്ലേ, മറന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഗുരുപത്നി നിയോഗേന കഥാചന നാം എല്ലാവരും ഒരുമിച്ചു വിറകില്ലാഞ്ഞിട്ടുപോയതും. ഗുരുപത്നി നിയോഗേന, നിയോഗേന എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ട്, ഗുരുപത്നി പറയുകയാണ് എന്തില്ല? വിറകില്ല, കത്തിക്കാൻ വേണ്ടിയിട്ട് വിറകില്ല എന്ന് ഗുരുവിന്റെ പത്നി പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വിറകെടുക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയി. വിറകെടുക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയ ഓർമ്മയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ. അതിൽ കഥാചന എന്നൊരു വാക്ക് കിടക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരിക്കൽ അല്ലെ. ആലോചിച്ചെടുക്കാൻ ഒരിക്കൽ നമ്മുടെ പത്നി, ഗുരുവിന്റെ പത്നി പറയുകയാണ് ഇവിടെ വിറകില്ല കത്തിക്കാൻ എന്ന് പറയുകയാണ്. ഗുരുകുല വിദ്യാഭ്യാസമാണ് അല്ലെ. ആ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ് കുട്ടികളുടെ ദൗത്യം. അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ അങ്ങനെ പറഞ്ഞു, ഒരിക്കൽ നാം എല്ലാവരും ഒരുമിച്ച് വിറകില്ലാഞ്ഞിട്ടു പോയി. എവിടേക്ക് പോയി നോക്കാം. പെരുങ്കാട്ടിൽ പുക്കിന്തന മുടിച്ചു കെട്ടി വെച്ചതും അരുണൻ അസ്തമിച്ചതും മറന്നില്ലല്ലോ. നമ്മൾ പെരുങ്കാട്ടിലേക്കാണ് പോയത് അല്ലെ. കൊടും കാട്ടിലേക്കാണ് പോയത്. അങ്ങനെ കാട്ടിലേക്ക് പോയതിനു ശേഷം നമ്മൾ ഇത് പൂക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെല്ലുക, പ്രവേശിക്കുക. ഇന്ധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറക് അല്ലെ. വിറകൊക്കെ നമ്മൾ ഇങ്ങനെ കെട്ടിയെടുത്ത് അവിടെ വെച്ചു. എടുത്തു വെച്ചപ്പോഴാണ് അത് സംഭവിച്ചത്. എന്താ സംഭവിച്ചേ? അരുണൻ അസ്തമിച്ചു. ചോദിക്കാറുള്ളതാണ് അരുണൻ. അരുണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? സൂര്യനാണ് അല്ലെ. സൂര്യൻ അസ്തമിച്ചു. അവിടെ ചെന്ന് വിറകൊക്കെ ഒടിച്ച് വെച്ച് കെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അരുണൻ അസ്തമിച്ചു, സൂര്യൻ അസ്തമിച്ചതു. അതൊന്നും നീ മറന്നിട്ടില്ലല്ലോ, ഇതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ എന്നാണ് കൃഷ്ണൻ ചോദിക്കുന്നത് അല്ലെ. എന്നിട്ട് നോക്കാം. കൂരിരുട്ടും ആകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു കൊടുങ്കാറ്റും കൂടിയിട്ട് അസ്മാകം. സൂര്യൻ അസ്തമിച്ചത് മാത്രമല്ല പ്രശ്നമായത്. സൂര്യൻ അസ്തമിച്ചാലും ഒരു പക്ഷെ നമ്മൾ പോകുമായിരുന്നു. പക്ഷേ പ്രശ്നമായി വന്നത് ഇതാണ്. കൂരിരുട്ടും ആകസ്മികമായൊരു മഹാമഴ. ആകെ കൂരിരുട്ടുമായി, ആകസ്മികമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാതെ മഹാമഴ വരികയാണ് അല്ലെ. വലിയൊരു മഴ വരികയാണ്. അതുമാത്രമാണ് കൊടുങ്കാറ്റും ഉണ്ടാവണം. കൂടിയിട്ട്
ഭസ്മാകം, ആകെ പ്രശ്നമായി. ഇതൊക്കെ കൂടി കൂടി വരികയാണ്. അങ്ങനെ നമ്മൾ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചു? മോഹമേറെ വളർത്തു മുഷപ്പോളം തകർത്തതും ഊഹിച്ചെടുത്തു നാം എല്ലാം ഒരുമിച്ചതും. അപ്പൊ നമ്മള് പോകാനുള്ള ഒരു പേടി കൊണ്ട് നമ്മളെല്ലാവരും കൂടി അല്ലെ, ഞാനും കുചേലനും കൂടി വന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകളൊക്കെ കോർത്തു പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പാർത്തിരിയാതെ പറന്നു പോകും ഈ കാറ്റത്തെന്നുൾക്കാമ്പിൽ ഓർത്തൊരു തുരപ്പിനുള്ളിൽ ഒളിച്ചന്യോന്യം. പറയുകയാണ്, തുരപ്പിനുള്ളിൽ ഒരു തുരങ്കം അവിടെ ഉണ്ടായിരുന്നു അല്ലെ, ഒരു ഗുഹ പോലെയുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ തുരങ്കത്തിന്റെ ഉള്ളില് പരസ്പരം കൈകൾ കോർത്തുകൊണ്ട് നമ്മൾ ഒളിച്ചിരിക്കുകയാണ്. എന്ത് ഭയന്നുകൊണ്ട്? കൊടുങ്കാറ്റും മഴയും കൂരിരുട്ടിനെയും ഒക്കെ ഭയന്നുകൊണ്ട് നമ്മൾ ആ തുരപ്പിനുള്ളിൽ മിണ്ടാതെ കൈകൾ കോർത്തുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡനും ഉദിച്ചതും മറന്നില്ലല്ലേ. കോർത്തു കൈകൾ പിടിച്ചതും നമ്മൾ അപ്പോഴും പിടിവിട്ടിട്ടില്ല അല്ലെ, പേടിച്ചുകൊണ്ട് മറ്റൊരാളെ കൂട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് നമ്മൾ. അങ്ങനെ കൂട്ടിപ്പിടിച്ച് നിന്ന് എന്തായി? മാർത്താണ്ഡൻ ഉദിച്ചു. മാർത്താണ്ഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നേരത്തെ അരുണൻ എന്ന് പറഞ്ഞതുപോലെ മാർത്താണ്ഡന്റെയും അർത്ഥം എന്ത് തന്നെയാണ്? സൂര്യന്റെ വിപരീത പദമാണ് അല്ലെ, സൂര്യന്റെ മറ്റൊരു പദമാണ്, വിപരീത പദമല്ല മറ്റൊരു പദമാണ് മാർത്താണ്ഡൻ എന്നുള്ളത്. അപ്പൊ ആലോചിച്ച് വെക്കുക, മാർത്താണ്ഡൻ ഉദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചു അല്ലെ. അങ്ങനെ ആ രാത്രി കടന്നുപോയി, പേടിച്ച് വിറച്ച് നമ്മൾ കാത്തിരുന്നു, നേരം വെളുപ്പിച്ചു. അങ്ങനെ നേരം വെളുത്തു. നേരം വെളുത്തു കഴിഞ്ഞപ്പോ എന്തോ സംഭവിച്ചു നോക്കാം. താപസാനന്ദിക്കു നമ്മെ കാണാഞ്ഞിട്ടു പത്നിയോട് കോപിച്ചതും പുലർക്കാലെ തിരഞ്ഞു കാൺമാൻ. താപസാനന്ദി ദേ ഗുരുവിനാകെ ദേഷ്യമായി. ഇത്രയും നേരമായിട്ട് ആ കുട്ടികൾ ഇവിടെ എത്തിയിട്ടില്ല അല്ലെ, നീ എന്തിനാണ് ആ നേരത്തെ അവരെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താപസിയോട്, തന്റെ ഭാര്യയോട് ഗുരു ആകെ ദേഷ്യപ്പെട്ട് വർത്തമാനമൊക്കെ ആയതിനു ശേഷം നമ്മുടെ ഗുരു ഇവരെയും തിരഞ്ഞിറങ്ങുകയാണ്. കോപിച്ച് പുലർക്കാലെ തിരഞ്ഞു കാണാൻ. പുലർച്ചെയാണ്, രാവിലെ തന്നെ ഗുരു ഈ കൊടുങ്കാറ്റൊക്കെ മാറിയതിനു ശേഷം അതിരാവിലെ തന്നെ ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയപ്പോൾ എന്തായി? താപം പൂണ്ടു താനെ പുറപ്പെട്ട നേരം കുളിർന്നു നാം പേടിച്ചു വിറകും കൊണ്ട് അരികിൽ ചെന്നതും. നമ്മൾ അങ്ങനെ പേടിച്ചിരിക്കുകയാണ് അല്ലെ, പേടിച്ച് വിറച്ചുകൊണ്ട് ഗുരുവിന് എന്തു പറയുമെന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ രണ്ടുപേരും പേടിച്ച് വിറച്ചുകൊണ്ടാണ് അവിടെ ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞിട്ട് എന്തുണ്ടായി? ചെമ്മേ വീണ് നമസ്കരിച്ചതും മഹാമുനി മോദത്താൽ നമ്മയെല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു. വീണ്ടും പറയാണ്, തോന്നുന്നു. ഇത് ഓർക്കുന്നുണ്ടോ? നീ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതും ഓർക്കുന്നുണ്ടോ? ചെമ്മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെമ്മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടതുപോലെ. നമ്മളപ്പോ എന്ത് ചെയ്തു? മഹാമുനിയെ കണ്ടു അല്ലെ, നമ്മുടെ ഗുരുവിനെ കണ്ടു. ഗുരുവിനെ കണ്ടു കഴിഞ്ഞപ്പോ നമ്മളൊരു കാര്യം ചെയ്തു. കണ്ടപ്പോ തന്നെ വിറക് അവിടെ വെച്ചിട്ട് കാൽക്കൽ വീണ അനുഗ്രഹം മേടിച്ചു. അപ്പോ ഗുരുവിന് എന്തായി? ഒരു സന്തോഷമായി. ഇവര് വന്നല്ലോ എന്നുള്ള ഒരു സന്തോഷവും അത്രയധികം ഗുരുഭക്തിയുള്ള കുട്ടികളാണല്ലോ എന്നൊരു സന്തോഷവും ഉണ്ടാവുകയാണ്. അപ്പൊ ചെമ്മേ വീണു നമസ്കരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടതുപോലെ. ഒരു ഗുരുവിനെ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വഴിമാറി നടക്കുകയാണ് ചെയ്യേണ്ടത് അല്ല. അവരൊന്ന് കണ്ട് സംസാരിച്ച് അവരുടെ അനുഗ്രഹവും അവരുടെ സംസാരത്തിൽ നിന്ന് അവരുടെ പിന്നീടുള്ള കാര്യങ്ങളും ഇപ്പോഴെങ്ങനെയാണ് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് വേണ്ടത് അല്ലെ. അപ്പൊ അതുപോലെ വേണ്ടതുപോലെ നമസ്കരിച്ചതും മഹാമുനി മോദത്താൽ സന്തോഷത്താൽ നമ്മെല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു. അത് കഴിഞ്ഞ് അടുത്ത വരി വരികയാണ്. ചോദ്യത്തിൽ കാണുന്ന മറ്റൊരു വരിയാണ്, നന്മ നമുക്കതേ അതൊന്നേയുള്ളൂ ഗുരുകടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാൽ ആർക്കും. നന്മ വരണമെന്നുണ്ടെങ്കിൽ നമ്മളെ വളർത്തി വലുതാക്കിയ ഗുരുക്കന്മാർക്ക് അതിൽ പ്രാധാന്യമുണ്ട് അല്ലെ. മാതാ പിതാ ഗുരു ദൈവം എന്നാണ് അല്ലെ. അതുപോലെ നന്മ നമുക്ക് അതേ ഒന്നേ ഉള്ളൂ. എങ്ങനെയാണ്? ഗുരു കടാക്ഷം, ഗുരുവിന്റെ കടാക്ഷം വേണം അല്ലെ. ഗുരു വേണ്ടതുപോലെ നമ്മളെ അനുഗ്രഹിക്കണം, സ്നേഹിക്കണം, വാത്സല്യം നൽകണം. ഇതൊക്കെ നൽകിയാൽ മാത്രമേ
ജന്മം സഫലമാകുകയുള്ളൂ എന്ന് പറയുകയാണ്. വെറുതെ ഇങ്ങനെ ജനിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഗുരുക്കന്മാരെ ബഹുമാനിക്കുമ്പോഴാണ് നമ്മുടെ ജന്മം സഫലമാകുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് കൃഷ്ണൻ ഇത് അവസാനിപ്പിക്കുന്നത്. അല്ലെ, ഇത്രയും ഭാഗങ്ങൾ ഓർമ്മയുണ്ടോ? അവിടം വരെ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിന് ശേഷവും നടക്കുന്നുണ്ട് അല്ലെ, ഇതിന് ശേഷവും നടന്നു പോകുന്ന ഭാഗങ്ങൾ അത്രയും നമുക്ക് പഠിക്കാനില്ല. ഇതിൽ കൃഷ്ണനും കുചേലനും തമ്മിൽ അവർക്കിടയിൽ ഉണ്ടായ ഓർമ്മ പുതുക്കൽ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാനുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അവർ കാട്ടിൽ പോയതും വിറകൊടിച്ചതും ആ സമയത്ത് കൂരിരുട്ടും മഴയും ഒക്കെ ആകസ്മികമായി കടന്നു വന്നതും അവർ ഓർത്തെടുക്കുകയാണ്. അവരവിടെ വേദശാസ്ത്രങ്ങൾ പഠിക്കുകയാണ്, വേദവും ശാസ്ത്രവും ഒക്കെ പഠിക്കുകയാണ് അല്ലെ. ഗുരുപത്നിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഓർത്തെടുക്കുകയാണ് അല്ലെ. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. സതീർത്ഥനെ കണ്ടപ്പോൾ കൃഷ്ണനുണ്ടായ ഓർമ്മകൾ എന്തെല്ലാം? അതല്ലേ നമ്മൾ ഈ പാഠഭാഗത്തിൽ മുഴുവനായും പറഞ്ഞത്. നോക്കാം. സതീർത്ഥനെ കണ്ടപ്പോൾ കൃഷ്ണനുണ്ടായ ഓർമ്മകൾ എന്തെല്ലാം? ഗുരുകുലത്തിൽ സാന്ദീപനിയുടെ ശിക്ഷണത്തിൽ വളർന്ന കൃഷ്ണനും കുചേലനും ഗുരുവിന്റെ പത്നിക്ക് വിറകില്ലാഞ്ഞിട്ട് കാട്ടിൽ പോയി വിറകൊടിച്ച് കെട്ടിവെച്ചതും, സൂര്യൻ അസ്തമിച്ചതും മഹാമഴയും കൊടുങ്കാറ്റും വന്നപ്പോൾ പേടിച്ച് പൊത്തിനുള്ളിൽ ഒളിച്ചതും, പരസ്പരം കൈകൾ കോർത്തിരുന്നതും, പിറ്റേ ദിവസം ഗുരുവിന്റെ പത്നിയുടെ മുന്നിൽ പോയി വിറക് വെച്ച് പേടിച്ചുകൊണ്ട് നമസ്കരിച്ചതും ഓർത്തെടുക്കുകയാണ് അല്ലെ. ഇതൊരു ഓർമ്മയാണ്. ഈ ഓർമ്മയാണ് ഏറ്റവും പ്രാധാന്യത്തോട് കൂടിയിട്ട് നമ്മൾ എഴുതേണ്ടത് അല്ലെ. അതുകൂടാതെ അവരവിടെ വേദവും ശാസ്ത്രവും ഒക്കെ അഭ്യസിച്ചിരുന്നു, ഗുരുപത്നിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ളത് ആലോചിച്ച് വെക്കുക. ഇനി മറ്റൊരു ചോദ്യം വരികയാണ്. 2 മാർക്കിനുള്ള ഒരു ചോദ്യമാണ് കേട്ടാ. 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, ശ്രദ്ധിച്ച് കേട്ടോ. ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരുന്ന 2 മാർക്ക് നമുക്ക് എളുപ്പത്തിൽ കിട്ടാം. സമാന താളമുള്ള വരികൾ കണ്ടെത്തുക. സമാന താളത്തിലുള്ള അല്ലെ, മത്സര പരീക്ഷകൾക്ക്, PSC പോലെയുള്ള പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സമാന താളം. അത് നമ്മൾ പഠിക്കുന്നത് ഈ 8ാം ക്ലാസ്സിൽ നിന്നാണ് അല്ലെ. അപ്പൊ അത് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടാ. സമാന താളം കണ്ടെത്തുക. നമ്മുടെ പാഠഭാഗത്തിലെ താളം ഏതാണെന്ന് നമുക്കറിയാലോ. പാഠഭാഗത്തിലെ താളത്തിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വഞ്ചിപ്പാട്ടിന്റെ വൃത്തമാണ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. വഞ്ചിപ്പാട്ടിന്റെ വൃത്തം ഒരേ താളത്തിലാണ് നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ പാടി പോന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വരികളിൽ അത്രയും ഇങ്ങോട്ടേക്ക് അടിയിലേക്ക് എണ്ണി എണ്ണി നോക്കുമ്പോൾ കൃത്യമായ എണ്ണമായിരിക്കും അതിൽ കാണാൻ പറ്റുക. നോക്കാം, ആദ്യത്തെ വരിയിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ നോക്കാൻ പോവേണ്ട. ആദ്യത്തെ വരിയിൽ എത്ര അക്ഷരമുണ്ട്? 2 നിബന്ധനയെ നമുക്കുള്ളൂ. ഒന്ന്, ചില്ലക്ഷരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടാൻ പാടില്ല. രണ്ടാമത്തത് ചന്ദ്രക്കലയിട്ട അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂട്ടാൻ പാടില്ല. എന്താണെന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യനിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെയുള്ള അക്ഷരങ്ങൾ ഇതിലുണ്ടോ, ഉണ്ടെങ്കിൽ അവയെ കൂട്ടാതെ എത്ര അക്ഷരങ്ങൾ ഓരോ വരിയിലും ഉണ്ടെന്ന് നോക്കാൻ പോവുകയാണ്. നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. ഇത് കൂട്ടോ? ഇല്ല. 12 13 14 15 16. ആദ്യത്തെ വരിയിൽ നമുക്ക് 16 അക്ഷരങ്ങൾ കിട്ടിയ, നമ്മൾ അവിടെ നിന്ന് ഉപേക്ഷിച്ച ഒരേ ഒരാൾ മാത്രം ചില്ലക്ഷരം. രണ്ടാമത്തെ വരിയിലേക്ക് നമ്മൾ വരികയാണ് കേട്ടാ. 1 2 3 4 5 6. ഇത് കൂട്ടോ? ഇല്ല. 7 8 9 10 11 12 13. കിട്ടിയ 16ഉം 13ഉം തുടർച്ചയായിട്ട് ഇതേ ഒരു ഓർഡറാണ് അല്ലെ. ഉയർച്ചയും താഴ്ചയുമാണ് വരികൾക്ക് എന്ന് പറഞ്ഞിരുന്നു. നദവും ഉന്നതവും അല്ലെ. ആ ഒരു കാര്യം ആലോചിക്കുന്നില്ലേ? അതുപോലെ ഓരോ വരികളും ഇനി അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇതിൽ 16 കാണാം, ഇതിൽ 13 കാണാം, വീണ്ടും 16 13. ഇങ്ങനെ ഒരു തുടർച്ചയാണ് നമ്മുടെ പാഠഭാഗം. അപ്പൊ ഇതേ താളത്തിലുള്ള വരികൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് മറ്റൊരു ചോദ്യം വരുന്നത്. അത് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. 3 വരികൾ ഇവിടെ, വ്യത്യസ്തമായ കവിതയിൽ നിന്നുള്ള 3 വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ താളം നമുക്കറിയാം, നദോന്നതയാണ്. അതേ താളത്തിൽ വരുന്ന വരികൾ ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ചില്ലക്ഷരം കൂട്ടരുത് എന്ന് പറഞ്ഞു. ചില്ലക്ഷരം എന്ന് പറയുമ്പോൾ കുറെ അക്ഷരങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടാ. എത്ര അക്ഷരങ്ങൾ വരും? ഒരു 5 അക്ഷരം ചില്ലക്ഷരമായിട്ട് നമ്മുടെ ഓർമ്മയിലേക്ക് വരും. എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ, ഒരു ക എന്നൊരു അക്ഷരം ഞാൻ എടുക്കുകയാണ്. ക എന്നൊരു അക്ഷരം എടുക്കുമ്പോൾ ഈ ക എന്ന അക്ഷരത്തെ വീണ്ടും നമുക്ക് പിരിക്കാൻ പറ്റും. പറ്റുമോ? പറ്റും അല്ലെ. ക പ്ലസ് ആയാണ് ക എന്ന അക്ഷരം.
ക എന്ന അക്ഷരം നമ്മൾ ഉച്ചരിക്കുമ്പോൾ ക എന്ന് പറയുന്നില്ലേ? ക എന്ന് പറയുമ്പോ ആ എന്ന് പറയുന്നത് പോലെ തോന്നുന്നുണ്ട്. ക ഉച്ചാരണത്തിൽ ആ വരുന്നില്ലേ? അപ്പൊ അങ്ങനെ ഓരോ അക്ഷരത്തെയും നമ്മൾ വീണ്ടും പിരിക്കും. അങ്ങനെ പിരിച്ചു കിട്ടുന്നവയെ നമ്മൾ വർണ്ണം എന്ന് പറയും. അടുത്ത പാഠഭാഗത്ത് നമുക്ക് സന്ധി പഠിക്കാനുള്ളതാണ് അല്ലെ? അപ്പൊ അതിൽ വർണ്ണം നോക്കി വെക്കുക. ഇങ്ങനെ ഒരു വ്യഞ്ജനാക്ഷരത്തെ നമുക്ക് വീണ്ടും പിരിക്കാൻ പറ്റും. പിരിച്ചു കിട്ടുന്ന ഏറ്റവും ചെറിയ അക്കങ്ങളെയാണ് അല്ലെ, ഏറ്റവും ചെറിയ വസ്തുവിനെയാണ് നമ്മൾ വർണ്ണം എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. അങ്ങനെ ഓരോ അക്ഷരങ്ങളെയും വ്യഞ്ജനാക്ഷരങ്ങളെയും വർണ്ണമാക്കാൻ പറ്റും അല്ലെ? അങ്ങനെയാണെങ്കിൽ ചില്ലക്ഷരത്തെ വർണ്ണമാക്കാൻ പറ്റും. വർണ്ണമാക്കിയ എങ്ങനെ കിട്ടും നോക്കാം. എൽ എന്നതിനെ വർണ്ണമാക്കിയാൽ നമുക്ക് ല് എന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. ഒപ്പം എൾ എന്നതിനെ വർണ്ണമാക്കിയാൽ ല്, എർ എന്നതിന് ര്, ഇങ്ങനെ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഇങ്ങനെ കിട്ടിയാൽ അത് പൂർണ്ണമായ ഒരു അക്ഷരമാണോ? അല്ല. ല എന്നൊരു അക്ഷരം വരണം എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്തൊക്കെ ചേരണം? ല് പ്ലസ് ആ എന്ന് ചേരണോ? അതുപോലെ തന്നെ ല് എന്നതാണെങ്കിൽ ല വരണമെങ്കിൽ ആ ചേരണം, ര് എന്നതാണെങ്കിലും ആ ചേരണം. ഇങ്ങനെ ഒരക്ഷരത്തിന്റെ കൂടെ സ്വരാക്ഷരം ചേർന്ന് വരുമ്പോഴേ അത് സ്വതന്ത്രമായി ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ചില്ലക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ കൂട്ടരുത് എന്ന് പറയുന്നത്. ചന്ദ്രക്കലയിട്ട അക്ഷരങ്ങൾ കൂട്ടരുത് എന്ന് പറയുന്നതിന്റെ കാരണം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. ചന്ദ്രക്കലയിട്ട അക്ഷരങ്ങൾ സ്വതന്ത്രമായ അക്ഷരങ്ങളല്ല. അവയുടെ കൂടെ ആര് വരണം? സ്വരാക്ഷരങ്ങൾ വന്നാൽ മാത്രമേ കൃത്യമായി അവ ഉച്ചരിക്കാൻ പാകത്തിനാവുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള അക്ഷരങ്ങൾ ഇതിലുണ്ടെങ്കിൽ നമ്മൾ അവയെ ഉപേക്ഷിക്കുകയാണ്. നോക്കാം, ഓരോ വരിയിലും എത്ര എണ്ണം കിട്ടുന്നുണ്ടെന്ന് നോക്കുകയാണ് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. നമ്മുടെ വരി പോലെ ആയോ? 16 കിട്ടിയോ? 1 2 3 4 5 6 7 8 9 10 11 12 13. വഞ്ചിപ്പാട്ടിന്റെ താളമായില്ലേ? അപ്പൊ ആദ്യത്തേത് വഞ്ചിപ്പാട്ടിന്റെ താളമാണെന്ന് നമുക്ക് കിട്ടി. നമ്മളപ്പോ രണ്ടാമത്തേലേക്ക് വരികയാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. കൂടുതലല്ലേ? നമുക്ക് വേണ്ടത് 16 ആണ് അല്ലെ? ഇതിൽ 18 ഉണ്ട്. അപ്പൊ ആ ഒരു ഒറ്റ സെറ്റിനെ നമ്മൾ അവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണ്. അടുത്തതിലേക്ക് വരികയാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. കിട്ടിയോ? ആദ്യത്തെ വരിയിൽ 16 കിട്ടിയില്ലേ? അടുത്ത വരിയിൽ 13 കൂടി ഉണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് അല്ലെ? 1 2 3 4 5 6 7 8 9 10 11 12 13 കിട്ടി അല്ലെ? അപ്പൊ സമാന താളത്തിലുള്ളത് ആദ്യം കൊടുത്തിരിക്കുന്ന എ എന്നതും രണ്ടാമത്തേതില്ല, മൂന്നാമത്തെ സി എന്നതുമാണ് സമാന താളത്തിലുള്ളത്. ഇങ്ങനെയാണ് 2 മാർക്കിനുള്ള ഒരു ചോദ്യം നമ്മൾ ചെയ്യുക. എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ചോദ്യമാണ്. അത് നിങ്ങൾ കളയരുത്. ചിഹ്നങ്ങളോ വള്ളികളോ പുള്ളികളോ ഒന്നും കൂട്ടേണ്ട കാര്യമില്ല. കൂട്ടക്ഷരം ഉണ്ടെങ്കിൽ ഒറ്റ അക്ഷരമാക്കി പരിഗണിക്കുക. ആകെ ഈ 2 നിബന്ധനകൾ മാത്രം നോക്കുക. ചില്ലക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ കൂട്ടണ്ട, ചന്ദ്രക്കലയിട്ട അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അവയെയും കൂട്ടണ്ട. 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയ 2 മാർക്ക് കിട്ടി അല്ലെ? അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി പദകോശത്തിൽ നിന്ന് ഒരു വരി തന്നുകൊണ്ട് ആ വരിയിൽ കൃത്യമായ ഒരെണ്ണത്തിന്റെ അടിയിൽ വരച്ചുകൊണ്ട് നമ്മളോട് ചോദിക്കും ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കാറുണ്ട് അല്ലെ? നോക്കാം. അരുണൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, പാഠമെടുത്തപ്പോ തന്നെ പറഞ്ഞിരുന്നു അല്ലെ? സൂര്യൻ എന്നാണ്. അസ്മാകം, കൂടിയിട്ട് അസ്മാകം എന്നൊരു വാക്കുണ്ട്. നമ്മുടെ, നമ്മളെല്ലാവരും കൂടി കൂടിയിട്ടാണ്. നോക്കാം. ഇന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറക് എന്നാണ്. കഥാചന, ദേ നമ്മൾ ഒരിക്കലും കാട്ടിലേക്ക് പോയി അല്ലെ? കഥാചന. അടുത്തത് കടാക്ഷം, ഗുരു കടാക്ഷം കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്കണ്ണുകൊണ്ടുള്ള നോട്ടം. അതായത് ഗുരു അത്രയും സൂക്ഷ്മമായി നമ്മളെ നോക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെ വേണം എന്നാണ് പറയുന്നത്. ചെമ്മേ, വേണ്ടതുപോലെ ചെന്ന് അനുഗ്രഹം മേടിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലെ? തുരപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരങ്കം എന്നാണ്. അവർ തുരപ്പിനുള്ളിൽ ഒളിച്ചു, തുരങ്കത്തിനുള്ളിൽ രാത്രി ഒളിച്ചു. അടുത്തൊരു വാക്കും കൂടി വരികയാണ്, മാർത്താണ്ഡൻ. വീണ്ടും ഒരു പര്യായ പദം. സൂര്യന്റെ പര്യായ പദങ്ങളിൽ 2 എണ്ണം നമ്മൾ പഠിച്ചു. എന്തൊക്കെ പഠിച്ചേ? അരുണൻ എന്നതും മാർത്താണ്ഡൻ എന്നതും. ഈ 2 എണ്ണം പ്രധാനമായും ഓർത്തിരിക്കുക. ഇത്രയും അർത്ഥങ്ങൾ എങ്കിലും നിങ്ങൾ ഈ പാഠഭാഗത്തിൽ നിന്ന് ചുരുങ്ങിയത് പഠിച്ചിരിക്കണം. ഇതിൽ കൂടുതലുണ്ട്. ഇനി നമുക്ക്
മറ്റൊരു ചോദ്യം വരികയാണ്. ഈ പാഠഭാഗത്തിൽ നിന്ന് പ്രധാനമായും നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന മറ്റൊരു ചോദ്യം വിഗ്രഹിച്ചെഴുതുക. പാഠഭാഗത്തിലെയും കഥയാണ് നമുക്ക് പഠിക്കാനെങ്കിൽ ആ കഥയിലെ ഒരു വാക്ക് തന്നിട്ട് അത് വിഗ്രഹിച്ചെഴുതാൻ പറയും അല്ലെ. അപ്പൊ നമ്മളൊരു കവിതയാണ് പഠിച്ചത്, ഒരു വഞ്ചിപ്പാട്ടാണ് പഠിച്ചത് അല്ലെ. വഞ്ചിപ്പാട്ട് എന്ന് പ്രത്യേകം ആലോചിച്ചിരിക്കുക. ആ വഞ്ചിപ്പാട്ടിന്റെ പേര് തന്നെയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, സാന്ദ്ര സൗഹൃദം. സാന്ദ്ര സൗഹൃദം എന്നതിനെ എങ്ങനെ വിഗ്രഹിക്കും? വിഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊടുത്തിരിക്കുന്നതിൽ കൃത്യമായി 2 വാക്കുകൾ ഉണ്ടാവും. 2 വാക്കുകളെ കൂട്ടിച്ചേർത്തിട്ട് ഒരു വാക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്, പുതിയൊരു വാക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലെ. 2 വാക്കുകളെ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഈ 2നെയും നമുക്ക് പിരിച്ചെടുക്കണം. 2നെയും നമുക്ക് ഇങ്ങോട്ട് മാറ്റിയെടുത്തിട്ട് അതിന്റെ ഇടയിൽ ഒരു സഹായക ക്രിയ, ഒരു ഹെൽപ്പിംഗ് വെർബ് ഇട്ട് കൊടുക്കണം അല്ലെ. അങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് അവയെ 2 പേരെയും കൃത്യമായ അർത്ഥം കിട്ടുന്ന വിധത്തിൽ നമ്മൾ മാറ്റാൻ പോവുകയാണ്. നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നതും പാഠത്തിന്റെ പേര് തന്നെയാണ്, സാന്ദ്ര സൗഹൃദം. അവർ തമ്മിൽ സാന്ദ്രമായ ഒരു സൗഹൃദം ഉണ്ടായി അല്ലെ. സാന്ദ്ര സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്ദ്രമായ സൗഹൃദം, സാന്ദ്രമായ. അപ്പൊ മായ എന്നൊരു വാക്ക് നമ്മൾ അവിടെ കൊണ്ടുചെന്ന് ചേർത്തു അല്ലെ. സാന്ദ്രമായത്, അത്രമേൽ അടുത്തത്, അത്രമേൽ സ്നേഹമുള്ളത്, അത്രമേൽ ആഴത്തിൽ അലിഞ്ഞു ചേർന്നത് എന്ന അർത്ഥത്തിലാണ് സാന്ദ്ര സൗഹൃദം എന്നൊരു തലക്കെട്ട് നമ്മുടെ പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത്. സാന്ദ്രമായ സൗഹൃദം. അപ്പൊ അത് കിട്ടിക്കാണുമല്ലോ, സാന്ദ്ര സൗഹൃദം കിട്ടി. അങ്ങനെയാണെങ്കിൽ സ്വജാതി എന്നതിനെ നമ്മൾ എങ്ങനെ വിഗ്രഹിക്കും? സ്വജാതി എന്ന് പറഞ്ഞ് അർത്ഥം കിട്ടിയാൽ തന്നെ നമുക്ക് വിഗ്രഹിക്കാൻ എളുപ്പമാണ് അല്ലെ. സ്വജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ജാതി. സ്വജാതി എന്നാൽ സ്വന്തം ജാതി, അത് കിട്ടി. ഇനി അനുഭവജ്ഞാനം. എന്തിന്റെ ജ്ഞാനം? നമ്മൾ നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു വാക്ക് കിട്ടുമ്പോൾ നമ്മൾ നമ്മളോടായി ചോദ്യം ചോദിക്കുന്നു. അനുഭവജ്ഞാനം. എന്തിന്റെ ജ്ഞാനം? അനുഭവത്തിന്റെ ജ്ഞാനം. അത് തന്നെയാണ് ഉത്തരം അല്ലെ, അത് തന്നെയാണ് ഉത്തരം. നോക്കാം, അനുഭവത്തിന്റെ ജ്ഞാനം. അനുഭവത്തിന്റെ ജ്ഞാനം, അത് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തത് വരികയാണ് നദിക്കര. എന്തിന്റെ കര അല്ലെ, നമ്മൾ നമ്മളോട് ചോദിക്കുകയാണ് എന്തിന്റെ കഥ, എന്തിന്റെ കര? നദിയുടെ കര. കിട്ടിയോ? എന്തിന്റെ കര എന്ന് ചോദിക്കുമ്പോൾ നദിയുടെ കര എന്ന് നമുക്ക് ഉത്തരം കിട്ടുകയാണ്. അപ്പോ നദിക്കര എന്നതിനെ നദിയുടെ കര എന്ന് നമ്മൾ പറയുകയാണ് കേട്ടാ. അടുത്തത് മുഖഭാവം. എന്തിന്റെ ഭാവം? മുഖത്തിന്റെ ഭാവം. അത്രയേ ഉള്ളൂ അല്ലെ. മുഖഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തിന്റെ ഭാവം. അപ്പൊ നിങ്ങൾ വിഗ്രഹിച്ചെഴുതാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടാവും. വിഗ്രഹിച്ചെഴുതാൻ വേണ്ടിയിട്ട് 1 മാർക്കിന് നമുക്ക് ചോദിക്കാറുള്ളതാണ്. പാഠഭാഗത്തിലെ വാക്കുകൾ തന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ അർത്ഥം കിട്ടുന്ന വിധത്തിൽ അതിനെ 2 ആക്കി അതിനിടയിൽ വേണ്ടവരെ ചേർത്ത് കൊടുക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം പിരിച്ചെഴുതുക. കുറച്ച് ഉദാഹരണം തന്നിട്ടുണ്ടാവും അല്ലെ. അടുത്ത പാഠത്തിലേക്ക് കിടക്കുമ്പോഴാണ് കൂടുതലായും പിരിച്ചെഴുതാൻ വരിക. ഒരേ സന്ധി വിഭാഗത്തിലുള്ളത് തന്നിട്ട് കൂട്ടത്തിൽ പെടാത്തതാര് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ സന്ധി പഠിച്ചിരിക്കണം അല്ലെ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സന്ധി പഠിക്കും. ഇപ്പൊ നമുക്ക് ഇവരെ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്, ഇവരെ പിരിച്ചെഴുതുമ്പോഴാണ് ഇവർക്ക് സന്ധി സംഭവിക്കുന്നത്. ആ സന്ധി വിശദമായി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. പക്ഷേ ഇവരെ പിരിച്ചെഴുതാനാണ് നമ്മുടെ ചോദ്യം അല്ലെ. എങ്ങനെ പിരിച്ചെഴുതും? ചൂടില്ല എന്ന വാക്കിനെ നമ്മൾ പിരിക്കുകയാണ്, 2 ആക്കി പിരിക്കുകയാണ്. എന്താ ബുദ്ധിമുട്ട് അല്ലെ. ചൂട് പ്ലസ് ഇല്ല, ചൂട് പ്ലസ് ഇല്ല, ചൂട് പ്ലസ് ഇല്ല എന്നതാണ് ചൂടില്ല എന്നാവുന്നത് അല്ലെ. അപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നപ്പോൾ ചൂടും ഇല്ല എന്ന വാക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ എന്തൊക്കെ മാറ്റമാണ് സംഭവിച്ചത്? അതാണ് നമ്മൾ സന്ധിയിൽ പഠിക്കാൻ പോകുന്നത് അല്ലെ. ഏതെങ്കിലും വാക്കുകൾ വന്നു ചേർന്നോ, ഏതെങ്കിലും വർണ്ണങ്ങൾ പോയോ, ഏതെങ്കിലും വർണ്ണങ്ങൾ വന്നു ചേർന്നോ, ഏതെങ്കിലും തമ്മിൽ കൂട്ടിമുട്ടി പുതിയതായി ഉണ്ടായോ എന്നൊക്കെ നമ്മൾ പഠിക്കും അല്ലെ. ഏതെങ്കിലും ലോപിച്ചു പോയോ എന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയേ പഠിക്കാനുള്ളൂ. പിരിച്ചെഴുതുക. പച്ചരി, പച്ച പ്ലസ് അരി, പച്ചരി, അത് കിട്ടി അല്ലെ. അടുത്തതിലേക്ക് വരികയാണ് മുല്ലപ്പൂവ്. മുല്ല പ്ലസ് പൂവ് അല്ലെ. ഇവിടെ ഇപ്പ ഒരു പായായി മാറും. അതിന് നമ്മൾ എന്തെന്ന് പറയും? ഒരു സന്ധി പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ അല്ലെ. എത്രയൊക്കെ സന്ധികൾ ഉണ്ടെന്ന് അറിയാലോ. ആഗമന സന്ധി, ആദേശ സന്ധി, ദ്വിത്വ സന്ധി, ലോപസന്ധി. അപ്പൊ ഇതേതായിരിക്കും?
ഏതായിരിക്കും ഇപ്പായാകുന്നത്? ദ്വിത്വസന്ധിയാണ്, ഇരട്ടിക്കുകയാണ് അല്ലെ. ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കണ്ട, ഇപ്പൊ ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. ആദ്യത്തെ പാഠഭാഗത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിന്റെ താളത്തെ കുറിച്ച് ആലോചിച്ച് വെക്കുക, എഴുതിയത് ആരാണെന്ന് ആലോചിച്ച് വെക്കുക, അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആലോചിക്കുക, അതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ വിഗ്രഹിച്ച് എഴുതാനുള്ള ചോദ്യങ്ങൾ. ഇത്രയും പഠിച്ചിരുന്നാൽ തന്നെ അത്യാവശ്യം നന്നായി നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. കൃഷ്ണനെ കുറിച്ച് ആലോചിക്കുക, കുചേലനെ കുറിച്ച് ആലോചിക്കുക, എഴുതിയ രാമപുരത്ത് വാര്യരെ കുറിച്ച് ആലോചിക്കുക. ഇത്രയും ഒക്കെ മതി അല്ലെ. ഇങ്ങനെ രസകരമായി പഠിച്ചു പോകാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ്. താളം പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് അല്ലെ. താളം പഠിക്കുന്ന പാഠഭാഗമായി മാറുകയാണ് നമ്മുടെ ആദ്യത്തെ പാഠഭാഗം, സാന്ദ്ര സൗഹൃദം അല്ലെ. സാന്ദ്രമായ സൗഹൃദം, സൗഹൃദങ്ങളാണ് ഇന്ന് നമുക്ക് വേണ്ടത് അല്ലെ. ഏറ്റവും കൂടുതൽ ഇന്ന് വില കൊടുക്കുന്ന ഒരു സാധനമാണ് നമ്മൾ സൗഹൃദത്തിന്. ഇന്ന് നമ്മുടെ ചുറ്റുപാടും നമുക്ക് ഒരുപാട് സൗഹൃദ വലയങ്ങൾ ഉണ്ടാവും അല്ലെ. ആ സൗഹൃദങ്ങൾ അത്രയും നമ്മൾ ഉപേക്ഷിക്കാതെ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് എപ്പോഴും മുന്നോട്ട് പോകണം എന്നൊരു ആശയം മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം നേരുകയാണ്. എല്ലാവരും കൃത്യമായി കണ്ട് മനസ്സിലാക്കി പരീക്ഷ എഴുതുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.